ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തൊടിയിലൊക്കെ കാണുന്ന ഒരു പുല്ല് വെച്ചിട്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ഇത് ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതെങ്ങനെയുള്ളതെന്ന് കാണിച്ചു തരാം. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇതുപോലത്തെ ചെടിയാണ്. അപ്പം ഇതുപോലെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൂമ്പ് എടുക്കുക, പിന്നെ ഇലകൾ വേറെ എടുക്കുക. ഈ തൂമ്പ് ഭാഗവും എന്തായാലും എടുക്കാൻ പറ്റും, ഇലകൾ വേറെ എടുക്കുക. ഇനി പിന്നെ വേറൊരു ചെടിയും കൂടി ഇതിൻ്റെ തന്നെ കാണിച്ചു തരാം. പൂവിട്ടുകയാണെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പൂവും കൂടി കണ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും കണ്ടവരാണെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ പറമ്പിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഒരുപാട് പൂവുണ്ടെങ്കിൽ അത് എടുക്കണ്ട, ഇലകൾ മാത്രം എടുത്താൽ മതി, തൂമ്പ് ഭാഗം എടുക്കണ്ട. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റായി കളയണ്ട. അപ്പോൾ നമ്മളിത് ഈ ചീരയൊക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ തന്നെ ചീരയൊക്കെ അരിയുന്നത് പോലെ അങ്ങ് അരിഞ്ഞെടുക്കുകയാണ്. ഒരു മീഡിയം സൈസിൽ എല്ലാ ചീരയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 4-5 ചെറിയ ഉള്ളി, അത് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നിങ്ങൾ എരിവിന് ആവശ്യത്തിന് എടുക്കുക. ഇനി നമ്മൾ ഇത് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ ഗ്യാസിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഈ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചീരയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഇതിലേക്ക് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെയല്ല കേട്ടോ, നിങ്ങൾക്ക് തോരൻ പോലെ ഉണ്ടാക്കാം. അതായത് തേങ്ങയും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സാധാരണ തോരൻ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുകയാണ്. അപ്പം ഒരു 1.5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളൊരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് പിന്നെയും അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഓവർ കുക്കായി പോകരുത്. ഒരുപാട് കുക്കായി കാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പാകത്തിനുള്ള വെന്താൽ മതി, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. മിക്കവാറും എല്ലാവരുടെ വീട്ടിലെ പറമ്പിലും തന്നെ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഒരിക്കലും വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ അറിയാത്തത് കൊണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്ത് പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാക്സിമം യൂസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിനി ഈ ചെടിയിൽ വല്ല സംശയമൊക്കെ തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്തോളാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും കേട്ടോ.